അതേസമയം ഈ ഓണസദ്യയുടെ രീതികൾ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. രീതികൾ ഒക്കെ മാറുന്നുവെങ്കിലും ഓണം വലിയ കേമമായി തന്നെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ കുടുംബങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് വീട്ടിൽ തന്നെ സദ്യ ഒരുക്കുക എന്നതായിരുന്നു ശീലമെങ്കിൽ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരികയാണ്. കേറ്ററിംഗ് കമ്പനികളെയാണ് പ്രധാനമായും ഈ സദ്യ ഏൽപ്പിക്കുന്നത്. കൊച്ചി നഗരത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അവിടെ ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരു നഗര കേന്ദ്രീകൃതമാകുന്ന ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നത് കുറയ്ക്കുകയും അങ്ങനെ കേറ്ററിംഗുകാരെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. അങ്ങനെ 10,000-ലധികമൊക്കെ ആളുകൾക്ക് വേണ്ടിയുള്ള സദ്യയാണ് ഓരോ ദിവസവും ഈ കേറ്ററിംഗ് ഏജൻസികൾ തയ്യാറാക്കുന്നത്. ആ വിവരം ഡാൻ ഇപ്പോൾ പങ്കുവയ്ക്കും. ഓണത്തിന് അത് സദ്യവട്ടങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ആഘോഷം. കാരണം ഒരു സമൃദ്ധിയുടെ ഒരു കാഴ്ച തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. അത് അത്തരം സദ്യവട്ടങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതലായി ഇപ്പോൾ ആളുകൾ ചെന്ന് എത്തുന്നത് കാറ്ററിംഗ് മേഖലയിലേക്ക് മറ്റുമാണ്. അത് വീട്ടിലെ എല്ലാവർക്കും ഇരുന്ന ആഘോഷത്തോടെ സംസാരിച്ച് സമയം കളയാനെല്ലാം ആ സമയം കൊണ്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നവരും കൂടെയുണ്ട്. എന്തായാലും കൊച്ചിയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും തന്നെയും ഈ കാറ്ററിംഗ് മേഖലയിൽ തന്നെയാണ് കൂടുതലായും ഓർഡറുകൾ വരുന്നത്. അത് അവരുടെ ആ ഒരു എണ്ണം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളുള്ളത് കൊച്ചിയിൽ വളരെ പ്രസിദ്ധമായ വിനായക കാറ്ററിംഗ് എന്ന് പറയുന്ന ഇടത്താണ്. അവിടുത്തെ അവിടുത്തെ ഒരു വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓണം എത്രത്തോളം ഈ മേഖലയോട് ചേർന്ന് നിൽക്കുന്നു എന്നത്. നമുക്കൊപ്പം വിനായക സ്ഥാപനത്തിന് ഇന്ന് നെടുനായകത്വം വഹിക്കുന്ന മഹാദേവൻ അയ്യർ ഉണ്ട്. കാരണം എത്രത്തോളം ഈ ദിവസങ്ങളെ മുഴുവൻ സമയം ഇവിടെ തന്നെയാണോ? ഒരു ഒട്ടുമിക്ക സമയം ഇവിടെ തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളും ഇല്ല. 24 hours ഷിഫ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും എന്നുള്ള ഓർഡർ ഉണ്ടോ അതോ ഓണത്തിന്റെ ദിവസം മാത്രമാണോ? അല്ല, നമ്മൾ 365 days വർക്കിംഗ് ആണ്. ഈ ഓണം സീസൺ ആണല്ലോ തുടങ്ങുന്നത്. ചിങ്ങം എന്ന് പറയുമ്പോഴത്തേക്കും ആ മാസങ്ങളാണല്ലോ കൂടുതലായിട്ടുള്ള ആഘോഷങ്ങളും കല്യാണങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ നടക്കുന്നത്. സാധാരണ ഇവിടെ നാട്ടിൽ കൊച്ചിയിലൊക്കെ പറയുന്നത് വിനായകയെന്ന് ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ആശ്വസിച്ചിരിക്കാം എന്ന് പറയുന്നുണ്ട്. ആ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാമെന്നെല്ലാം പറയുന്നൊരിടമാണ്. എങ്ങനെയുണ്ട് ഓണത്തിന് എത്രത്തോളം ഓർഡറുകൾ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് റെഗുലറായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ബുക്കിംഗ് ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനിൽ നമ്മൾ നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇത്രയും പാത്രങ്ങൾ കാര്യങ്ങൾ ഇത് സെറ്റ് ചെയ്ത് വരണം, ഇതിനുള്ള സമയവും കാര്യങ്ങളും ഉണ്ടല്ലോ. ഓർഡർ ബുക്കിംഗ് ഒരുപാട് ഒട്ടനവധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കൂടി ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഏകദേശം ഒരു ജൂലൈ 15 ശേഷം തുടങ്ങി 20 ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ക്ലോസ് ചെയ്തു. എത്ര സദ്യ ഓണത്തിന് കൊടുക്കുന്നുണ്ട്? ഏകദേശം ഒരു 10,000 പേരെ സദ്യ കൊടുത്തു ഞങ്ങൾ. 10,000. അതിൽ നിന്ന് ആ എണ്ണം കൊണ്ട് മനസ്സിലാക്കുക എത്ര കാറ്ററിംഗ് മേഖലയോട് ഓണം ആഘോഷിക്കുന്ന എന്തുമാത്രം ആളുകളുണ്ട് എന്നുള്ളതെല്ലാം തന്നെ നമുക്കതിൽ മനസ്സിലാക്കാം. ശരാശരി എത്ര രൂപയ്ക്കാണ്? 230 രൂപയാണ് ഒരു സദ്യയുടെ റേറ്റ്. തിരുവോണത്തിന്റെ അന്നത്തെ റേറ്റ് 380 രൂപയാണ് ഇത്തവണത്തെ റേറ്റ്. മുഴുവൻ വിഭവങ്ങളുമായിട്ട്. അതെ, 2 തരം പായസം. പാലടയും പഴപ്രഥമനുമാണ് തിരുവോണത്തിന്റെ പായസം. തിരുവോണത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. തിരുവോണത്തിന് പായസത്തിൽ പാലടയും പഴപ്രഥമനും പ്രത്യേകതയുണ്ട്. അതേപോലെ ചേനയും കായും കുറുക്കുകാളും പ്രത്യേകതയാണ്. ചേനയും കായും കൂട്ടിയുള്ള എരിശ്ശേരി തിരുവോണത്തിന് പ്രത്യേകതയാണ്. ചേനയും കായും മെഴുക്കുവരട്ടി തിരുവോണത്തിന് പ്രത്യേകതയാണ്. അതൊക്കെ തിരുവോണത്തിന്റെ സാധനങ്ങളാണ്. ട്രഡീഷണൽ വഴി വിട്ട് മറ്റൊന്നും ഇല്ല. കൃത്യമായിട്ട് അന്നും ഇന്നും അച്ഛന്റെ ആ ഒരു ഇത് ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നെല്ലാം ഒരു ഇവിടേക്ക് മാറ്റങ്ങൾ കാരണം കൂടുതൽ മിഷനറിയിലേക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ടോ? മെഷീനറീസിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ആയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോഴും ആ ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണത്. മെഷീനറീസ് ഉണ്ട് നമുക്ക്, പക്ഷെ അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ ഇതും ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെ 90% ഫോക്കസ് ഇതിലേക്ക് തന്നെയാണ്. പായസത്തിന് പ്രത്യേകിച്ച് ഇവിടുത്തെ പാലടയ്ക്കെല്ലാം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിന് മാത്രം പ്രത്യേക ഓർഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ദിവസം? ഒരുപാട് ബുക്കിംഗ് ഉണ്ട്. പായസങ്ങൾക്ക് വേണ്ടി മാത്രം ആൾക്കാർ ഒരുപാട് ഓർഡേഴ്സ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പായസം മാത്രമായിട്ട് എടുക്കുന്ന ബൾക്കായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഓർഡേഴ്സ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഇത് ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ കൊച്ചിയിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഓർഡറുകൾ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനിലുള്ള സദ്യ അങ്ങനെയൊക്കെ ആണോ കൂടുതൽ വരിക അതോ ഇൻഡിവിജ്വൽ ആളുകളൊക്കെ? എല്ലാം കൂടി മിക്സ്ഡാണ്. നമുക്ക് അത്തം 10 ദിവസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചിങ്ങ ഒരു മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം മിക്സ്ഡ് ആയിട്ട് വരും. ഇൻഡിപെൻഡന്റ് ആയിട്ട് വീടുകളിലേക്ക് വരും, ഓഫീസുകളിലേക്ക് വരും, ഫ്ലാറ്റ് ആണെങ്കിലും അസോസിയേഷൻസിലേക്കാണെന്നുണ്ടെങ്കിലും കല്യാണങ്ങളാണെന്നുണ്ടെങ്കിലും ഓണം സെലിബ്രേഷൻസ് ആണെങ്കിലും അങ്ങനെ ഒട്ടനവധി ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള ആൾക്കാരെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. വിദേശത്തേക്ക് സാധാരണ നേരത്തേക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ നിന്നെല്ലാം വിദേശത്തേക്ക് അടക്കം സദ്യ കയറ്റി അയക്കുന്നു. അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ പോയി ചെയ്തിട്ടുണ്ട്. അച്ഛനുള്ള സമയത്ത് അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതല്ലാണ്ട് ഞങ്ങൾ സിംഗപ്പൂരും മലേഷ്യയും പോയി ഓണസദ്യ നടത്തിയിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ.
വരും വർഷങ്ങളിലേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ. നമ്മൾ പുറത്തേക്കൊക്കെ എത്തുമ്പോൾ വലിയ രീതിയിലൊരു തിരക്കും കാര്യങ്ങളെല്ലാം അത് ഈ ദിവസം സദ്യ വാങ്ങിക്കാനാണോ അതോ ബുക്കിംഗ്? അല്ല, പുറത്ത് കാണുന്ന തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം മേടിക്കാനുള്ളൊരു തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അനുഭവപ്പെടുന്നത്. നമ്മൾ 10 മണി കഴിയുമ്പോഴത്തേക്കും സദ്യ കൊടുത്തു തുടങ്ങും. തീർച്ചയായും ഓണം സീസൺ തന്നെയായിരിക്കുമല്ലോ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി കൂടുതൽ ജീവനക്കാർ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് ഈ സീസൺ അനുസരിച്ച് നമ്മുടെ പണി കൂടുതലനുസരിച്ച് നമ്മൾ ആൾക്കാരെ ആവശ്യത്തിന് നമ്മൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആ സീസൺ ബേസിസിൽ നമ്മൾ ഹയർ ചെയ്യും. സാധനങ്ങളൊക്കെ എടുക്കുന്നത് ഈ പച്ചക്കറി കൂടുതലും തമിഴ്നാടിനെയൊക്കെയാണല്ലോ നമ്മൾ ആശ്രയിക്കുന്നത്. പച്ചക്കറി അന്ന് തൊട്ടേ ഞങ്ങൾക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് പച്ചക്കറി തന്നുകൊണ്ടിരിക്കുന്നത് 2 സ്ഥലത്തു നിന്നാണ്. ഒന്ന് എറണാകുളം മാർക്കറ്റും ഒന്ന് കുറുപ്പന്തറ മാർക്കറ്റും. അവിടെ നിന്ന് തന്നെയാണ് പച്ചക്കറി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു മാറ്റമില്ല. അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്ന സിസ്റ്റവും കാര്യങ്ങൾക്കും ഇന്നും അങ്ങനെ തന്നെ കണ്ടിന്യൂഷൻ, അതിലൊരു ചേഞ്ചസും വന്നിട്ടില്ല. സാധാരണ നമ്മൾ കാറ്ററിംഗ് സ്ഥലത്തെല്ലാം ചെല്ലുമ്പോഴേക്കും ഈ പ്ലാസ്റ്റിക് ഡബ്ബകളിലും സാധനങ്ങളിലുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണുന്നത് കൂടുതലായിട്ട് ഈ പാത്രങ്ങൾ തന്നെയാണ്. ഇതിൽ അതായത് അതിൻ്റെ ഒരു രുചി പോകാതെ തനിമ ചോരാതെ ഇതെല്ലാം നിൽക്കുക എന്ന് തന്നെയാണോ അതിൻ്റെ ഒരു ലക്ഷ്യം? അതിൻ്റെ ഡ്യൂറബിലിറ്റി ആണോ? അത് ഡ്യൂറബിലിറ്റി ഒന്ന് തിരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫുഡ് പാത്രത്തിൽ സ്റ്റീൽ പാത്രങ്ങളിൽ പോകുമ്പോൾ ആ ചൂട് അതിൽ കൺസിസ്റ്റൻസി ഉണ്ടാവും, കഴിക്കുമ്പോൾ അത് ചൂടോടുകൂടി കിട്ടും. പിന്നെ ഇത് 92 തുടങ്ങിയ സിസ്റ്റമാണല്ലോ ഈ പാത്രങ്ങളുടെ സിസ്റ്റം വിനായകയുടെ, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താ? കാരണം അതിൻ്റെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് വിട്ടു പോകാതെ ഈ മുഴുവൻ ആളുകൾ ഒരേ രുചി പറയുക, അത് തന്നെയാണോ? തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ഞാൻ പറഞ്ഞില്ല, നമുക്കിത് ഓർഡേഴ്സ് ഇഷ്ടംമാതിരി ഒട്ടനവധി ഓർഡേഴ്സ് ഉണ്ട്. നമ്മൾ ആ ലിമിറ്റേഷൻസിൽ നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് 100% ഭംഗിയായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയാകുള്ളൂ. അതല്ലാണ്ട് ഒരാളുടെ കഴിവല്ല, എല്ലാവരുടെയും കൂടി ഒരുമിച്ചുള്ള പ്രയത്നമാണ് ഞങ്ങളുടെ ഒരു വിജയം. ആ ഇതിൽ അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, തെറ്റെല്ലാവർക്കും പറ്റാം, സംഭവിക്കാം. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പോകുന്നു. ഇതെല്ലാം ഇപ്പോൾ വെച്ചിരിക്കുന്നതെല്ലാം ഓർഡേഴ്സിന് പോകാനുള്ള 10 പേരുടെയും 15 അങ്ങനെയുള്ള ഓരോ കാറ്റഗറി അനുസരിച്ചുള്ള സദ്യ ബുക്ക് ചെയ്തിരിക്കുന്നതിന്റെ ചോറാണ് ഈ പകർത്തി വെച്ചിരിക്കുന്നത്. എങ്ങനെ വർക്ക് ഷെഡ്യൂൾ എങ്ങനെ രാവിലെ മുതൽ നമ്മളിതിപ്പോൾ ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ, സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ ഷിഫ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഇന്ന ടൈമൊന്നുമില്ല. ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഒരു ദിവസം എത്ര സദ്യ കൊടുക്കാൻ പറ്റും എന്ന ആ രീതിയിലുണ്ടോ? നമുക്കൊരു ദിവസം മാക്സിമം ഒരു 15,000 പേരെ സദ്യ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലാണ് ഈ സെൻട്രൽ കിച്ചൺ ചെയ്തിരിക്കുന്നത്. മുകളിലുള്ള ഇതുൾപ്പെടെയാണോ? ഇടയ്ക്ക് കല്യാണവും കാര്യങ്ങളും? മുകളിൽ ഓഡിറ്റോറിയമാണ്, താഴത്താണ് കിച്ചൺ മുഴുവനും. ഒരു ദിവസം 15,000 പേർക്ക് സദ്യ കൊടുക്കാൻ കഴിയും. അതെ. ഈ ഓണവും ഒരു ആഘോഷമാക്കുന്നതിൽ വിനായകക്കും കൊച്ചിയിൽ ഒരു വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഏതായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ അറിയാം, 15,000-ഓളം പേർക്കുള്ള ഒരു ഓണസദ്യയും കാര്യങ്ങളും എല്ലാം തന്നെ ഓർഡറുകളിലേക്കെല്ലാം വരുന്നു എന്നതാണ്. ഈ ദിവസങ്ങളിലുമെല്ലാം അത്രത്തോളം തന്നെ ഓർഡറുകളായിട്ട് മുന്നോട്ട് പോകുന്നു. ഓണത്തിനും ഈ രീതിയിൽ തന്നെയാണ് സദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് അത്ര കണ്ട കൊച്ചി പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ ഒരു കാറ്ററിംഗ് മേഖല, അതായത് ഓണസദ്യക്ക് വേണ്ടി അവരെ ആശ്രയിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഓണം അവരുടേത് കൂടിയാണ്. ഓണം സ്വാദിഷ്ടമാക്കുന്നതിൽ, വിഭവസമൃദ്ധമാക്കുന്നതിൽ, ആഘോഷമാക്കുന്നതിലെല്ലാം ഈ കാറ്ററിംഗ് മേഖലയും ഈ ആഘോഷങ്ങളോടൊപ്പം വലിയ രീതിയിൽ ചേർന്ന് നിൽക്കുന്നു എന്നത് തന്നെയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപോൾ, ന്യൂസ് 8. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.